നമസ്കാരം. ഇന്നത്തെ കുക്കറി ഷോയിലേക്ക് സ്വാഗതം. നമുക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്യാനായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ഷെഫ് ടോണി എം ജോയി ആണ്. നമുക്ക് അദ്ദേഹത്തെ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് എന്താണ് സാർ ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കുർക്കുറായി. ഗ്രീൻ പീസ് കുർക്കുറായി അത് നോക്കൂ. ആദ്യമായി നമ്മൾ എണ്ണ ഒഴിച്ചു. ഒഴിച്ചതിന് ശേഷം അത് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് കടുക് ഇട്ടു. ഓക്കെ സാർ. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം വെളുത്തുള്ളി പേസ്റ്റും കൈതച്ചക്കയും എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ഒരു മിശ്രിതമാണ്. സാർ ഈ പേസ്റ്റ് എവിടെ നിന്നാണ് മേടിക്കാൻ കിട്ടുന്നത്? ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണോ? ഇല്ല, ഇത് സാധാരണയുള്ള വീടുകളിലെ അമ്മമാര് അരകല്ല് വെച്ചു അരച്ചുണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഡിഷാണ്. നോക്കിക്കോളൂ. ഇതിന്റെ മണം അടിക്കുമ്പോ തന്നെ മനസ്സിലാവും അതിന്റെ ടേസ്റ്റ് എന്താവും. കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് വേണ്ട സാർ. അത് കഴിഞ്ഞ് നമ്മൾ ഇട്ടത് തക്കാളിയാണ്. തക്കാളി നോക്കുമ്പോൾ അതിന്റെ കളർ മാറി വരുമ്പോൾ വേണം നമ്മൾ അടുത്ത ഡിഷ് ചേർക്കാനായിട്ട്. ഇത് എത്ര നേരം ഇട്ട് ഇളക്കണം സാർ? ഇത് ഒരു 5 മിനിറ്റ് വെന്ത് കിട്ടിയാൽ മതി. 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. ഇത് എന്തിൻ്റെയൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാം? ഇത് മെയിനായിട്ട് ചപ്പാത്തി, പൊറോട്ട, അപ്പം, പുട്ട്, നൂലുണ്ട, നൂലപ്പം എല്ലാത്തിനും കൂട്ടി ഇതിൻ്റെയൊക്കെ യൂസ് ചെയ്യാൻ. അടുത്തടുത്ത് നമ്മൾ കുറച്ച് ലേശം ചിക്കൻ മസാല. അതെന്തോരം വേണം? അത് 2 ടേബിൾ സ്പൂൺ. 2 ടേബിൾ സ്പൂൺ. ഓക്കെ അല്ലേ? അത് ലേശം മല്ലിപ്പൊടി. ഓക്കെ സാർ. അതെന്തോരം വേണം? അത് ചെറിയ സ്പൂണിന്റെ അകത്ത് 2 ടേബിൾ സ്പൂൺ. ഓക്കെ അല്ലേ? ശരി സാർ. അതിന് വേണ്ടിയിട്ട് ഇളക്കുക. ഇത് എത്ര മണിക്കൂർ ഇട്ട് ഇളക്കേണ്ടി വരും? ഇത് മൊത്തം കറി ആകുന്നിടം വരെ 15 മിനിറ്റ് ഇളക്കേണ്ടി വരും. ഇളയള പകുതി കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവും അത് വെന്തു. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ. അതിന്റെ ആ നിറം വ്യത്യാസം കാണും. നമ്മുടെ ഗ്രീൻ പീസ് കുർക്കുറായി. ഗ്രീൻ പീസ് ഒന്നും കാണുന്നില്ലല്ലോ. ചൂടായി കഴിഞ്ഞിരിക്കുന്നു. വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ഗ്രീൻ പീസ്. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. വെള്ളം കൊത്തി ചേർക്കുകയാണ്. കണ്ടില്ലേ അത് കളർ മാറ്റം കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ ഈ കറി ഉണ്ടാകാനായിട്ട് സഹായിക്കാനായിട്ടിരിക്കുന്ന അഭിലാഷിനും മാർട്ടിനും നന്ദി പറഞ്ഞു കൊടുക്കുന്നു. അവരിലാണ് നമ്മൾ ഈ ഡിഷ് പുതുതായിട്ട് പരീക്ഷിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് കറിയിങ്ങറ. എന്നെ പരീക്ഷിച്ചത് പോരെ, മഞ്ഞപ്പിത്തം പിടിച്ച് കിടക്കുന്ന അഭിലാഷിന്റെ നെഞ്ചത്തൊട്ട് ഇതാ പരീക്ഷിക്കാൻ വീണ്ടും കുറെ സാധനങ്ങൾ. ഉപ്പിന്റെ വെള്ളക്കളർ മതി. ലേശം ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. അയഡിൻ ഉപ്പാണോ സാർ? നമ്മൾ യൂസ് ചെയ്യേണ്ട അയഡിൻ ചേർത്ത ഉപ്പാണോ അതോ അയഡിൻ ചേർക്കാത്ത ഉപ്പാണോ? എന്തുപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ആരോഗ്യത്തിന്, കാരണം മഞ്ഞപ്പിത്തം ഉള്ളവർക്കും അതേപോലെ കടലിന്റെ അടിയിലുള്ള കടനം ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് ഇന്ദുപ്പ് എന്ന് പറയുന്നത്. ഇന്ദുപ്പ് യൂസ് ചെയ്താൽ നമ്മുടെ കറികൾക്ക് ടേസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കൊള്ളാം. ഗ്രീൻ പീസ് വെന്ത കാരണം വലിയ കുഴപ്പമില്ല, കഴിക്കാൻ പറ്റും.
അറിയില്ല ഗ്രീൻ പീസിലാണ് ഓരോന്നോരോന്ന് വെറൈറ്റി ആയിട്ട് കിട്ടുന്നുണ്ടോ? പച്ചവെള്ളത്തിലല്ല ബീഫ് കെട്ടകളെ പോലെ. ഇറക്കി എക്സ്പ്രഷൻ എക്സ്പ്രഷൻ. ഓ മാർവലസ്, ഓസം, സൂപ്പർ, അമേസിംഗ്. എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല. നാട്ടിൽ പരീക്ഷിക്കുകയാണ്. എക്സ്പ്രഷൻ വന്ന സൂപ്പർ. അതെ, കുറച്ച് കാണിക്കുന്ന പോലെ കാണിച്ചു. Expression and that is fantastic, blasting, gigantic, wow. നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമ്മുടെ ഡിഷ് എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ചോറിന് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ ചോറ് ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. നോക്കൂ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ? കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യും. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയം കാണാം. കാണുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.